കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. പുറപ്പാട് 16:9 പറയുന്നു. അനന്തരം മോശ അഹറോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്. ദൈവം നമ്മുടെ വിഷമങ്ങളൊന്നും കാണുന്നില്ലേ? ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കാണുന്നില്ലേ? ഭാര്യമാർ പറയും, ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞതാ? എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും പൊന്നോമന പുത്രിയായി കഴിഞ്ഞിരുന്നതാ. ഇവിടെ വന്നത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി. ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് പറയും, ഇവൾ എൻ്റെ വീട്ടുകാരുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. മക്കൾ പറയും, ഈ മാതാപിതാക്കൾക്ക് തങ്ങളോട് സ്നേഹമില്ല. അമ്മമാർ പറയും, മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പന്മാർ പറയും, മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ മൊത്തം പരാതികളുടെ ഒരു കൂമ്പാരമാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ ആരും ദൈവത്തിൻ്റെ അടുത്തേക്ക് നേരിട്ട് പരാതിയുമായി പോകുന്നില്ല. എല്ലാവരും തങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമായി തങ്ങളുടെ പരാതികൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നാം പറഞ്ഞത് ആരോടൊക്കെയാണോ അവരിൽ ചിലർ അത് കേട്ട് നമ്മെ ആശ്വസിപ്പിക്കുകയും ചിലർ ആഘോഷിക്കുകയും ചെയ്യുന്നു. സഹോദര സഹോദരി, കുഞ്ഞുമക്കളെ, മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പായി ഒന്ന് വിശുദ്ധ ബൈബിൾ എടുത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു ആശ്വാസവചനം തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ ബൈബിൾ നിർത്തുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. അത് നമുക്ക് ആശ്വാസമുള്ള ഒരു വചനമായിരിക്കും. ഇനി മുതൽ നമ്മൾ ആരോടും ഒരു പരാതിയും പറയാതെ നേരിട്ട് ദൈവത്തിനോട് പറഞ്ഞ് നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഭണ്ഡാരത്തിൽ നമ്മുടെ ആവലാതികൾ അർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്നതിനുള്ള ഒരു വചനം രൂപത്തിൽ നമ്മളോട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറപ്പാട് 16:9 പറയുന്ന വചനം നിങ്ങൾ ഓർക്കുക. അനന്തരം മോശ അഹറോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക. ആ ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകാം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാം, ആരാധനാലയത്തിൽ പോകാം, എവിടെ വേണമെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇനി ഒന്നും പറ്റാത്തവർക്ക് നമ്മൾ വിശുദ്ധ ബൈബിൾ, അത് ദൈവത്തിൻ്റെ മഹത്തായ സന്നിധിയാണ്. അവിടേക്ക് നമ്മൾ പോയി എന്ത് ചെയ്യണം? നമ്മൾ വചനങ്ങളെടുത്ത് നമുക്ക് ആവശ്യമായ എല്ലാം ആ ബൈബിളിലുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ, എന്തിനാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പറയുന്നത്? കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമായ എല്ലാ ആവലാതികളും കർത്താവ് കേട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മോനെ, മോളെ, നിനക്ക് വേണ്ട ആശ്വാസം എന്നിലുണ്ട്. നീ മറ്റുള്ളവരിലേക്ക് ഓടാതെ നീ എൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ ഞാനാണ് നിൻ്റെ ആവലാതി കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി നമ്മുടെ ആവലാതികൾ പറയാം.